വെൽക്കം ടു മൈൻഡ്ഫുൾ കുക്കിംഗ് അറ്റ് ഗീതാസ് കിച്ചൺ. ഇന്ന് നമുക്ക് ഒരു ആപ്പം ഉണ്ടാക്കി നോക്കാം. ഈസ്റ്റ് ഒന്നും ഇല്ലാണ്ട്. ആദ്യം തന്നെ ഒരു 1.5 കപ്പ് പച്ചരിയും 1 ടേബിൾ സ്പൂൺ ഉഴുന്നും എടുത്തിട്ട് നനച്ച് വയ്ക്കുക. ഒരു 3-4 മണിക്കൂർ നനച്ചാൽ മതി. പിന്നെ വേണ്ടത് ഒരു 1.5 കപ്പ് നാളികേരവും 1.5 കപ്പ് ചോറുമാണ്. ചോറ് കുറച്ച് ബാക്കി വന്നപ്പോഴാണ് ഞാൻ ഈ റെസിപ്പി ട്രൈ ചെയ്തത്. അത് നന്നായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യം തന്നെ ഈ നനച്ച് വെച്ച് പച്ചരിയും ഉഴുന്നും കൂടിയിട്ട് കുറച്ച് നാളികേരത്തിൻ്റെ വെള്ളം ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അത് ഞാൻ ഉപയോഗിച്ചു. അത് വേണമെന്നില്ല, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരയ്ക്കണം. എന്നിട്ട് കുറച്ചൊരു 4-5 ടേബിൾ സ്പൂൺ ആ മാവ് മാറ്റി വയ്ക്കാം. അതൊന്ന് നന്നായിട്ട് കുറുക്കിയിട്ട് അതിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ബാക്കിയുള്ള മാവിൻ്റെ കൂടെ മാറ്റി വെച്ച് 1.5 കപ്പ് ചോറും 1.5 കപ്പ് നാളികേരവും കൂടിയിട്ട് നന്നായിട്ട് അരയ്ക്കുക. പിന്നെ മാറ്റി വെച്ചിട്ടുള്ള ഒരു 4-5 ടേബിൾ സ്പൂൺ മാവ് എടുത്തിട്ട് അതിൽ അരിയും ഉഴുന്നും മാത്രമേ ഉള്ളൂ. 1 ടേബിൾ സ്പൂൺ ഉഴുന്നും 1.5 കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തത്. അതിൽ നിന്ന് കുറച്ച് മാവ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ മാവ് എടുത്തിട്ട് നന്നായിട്ട് കൈവിടാതെ ഇളക്കിയിട്ട് കട്ടയില്ലാതെ ഒന്ന് കുറുക്കിയെടുക്കണം. പിന്നെ നമ്മൾ നാളികേരവും എല്ലാം ഇട്ട് ചോറും എല്ലാം ഇട്ട് അരച്ച് മാവിലേക്ക് ഈ കുറുക്കി വെച്ചിട്ടുള്ള മാവ് നന്നായിട്ട് ഉടച്ച് തീരെ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യണം. കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്യണം നല്ലത്. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ അപ്പത്തിൻ്റെ മാവ് എന്ന് പറഞ്ഞാൽ അത് ദോശമാവിനെക്കാട്ടിയും വളരെ തിന്നായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ വെള്ളമൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ആ ഒരു പാകത്തിന് കുറച്ച് ദോശമാവിനെക്കാട്ടിയും കുറച്ച് വെള്ളമാക്കിയിട്ട് നല്ല പാകത്തിനായി കഴിഞ്ഞാൽ നന്നായിട്ട് അടച്ച് ചൂടുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഒരു 10-12 മണിക്കൂർ കഴിഞ്ഞാൽ അത് പൊങ്ങി നിങ്ങൾക്ക് കാണാം നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നിങ്ങൾക്ക് ആപ്പം ഉണ്ടാക്കാം. ആപ്പം ഉണ്ടാക്കാൻ ഒരുവിധം എല്ലാവർക്കും അറിയാം. ചീനച്ചട്ടിയിൽ, അപ്പത്തിൻ്റെ ചട്ടിയായാലും കുഴപ്പമില്ല, ചീനച്ചട്ടിയിൽ നന്നായിട്ട് മാവൊഴിച്ച് ചുഴറ്റിയിട്ട് അങ്ങനെ ആപ്പം ഉണ്ടാക്കാം. അഥവാ നിങ്ങളുടെ അടുത്ത് ആപ്പച്ചട്ടി ഇല്ല, അല്ലെങ്കിൽ ചീനച്ചട്ടിയൊന്നും അങ്ങനെ നോൺ സ്റ്റിക്കിങ്ങോ അല്ലെങ്കിൽ പെട്ടെന്ന് പിടിക്കുന്ന ചട്ടിയൊക്കെ ആണെങ്കിൽ ദോശക്കല്ലിൽ ഒഴിക്കും ചെയ്യാം. പക്ഷെ ദോശക്കല്ലിൽ ഒഴിക്കുമ്പോൾ അടിയിൽ കുറച്ചൊന്ന് എണ്ണ തടവിക്കോളൂ. കാരണം എൻ്റെ ദോശ പൊട്ടിപ്പോയി. അപ്പോൾ ഈ അപ്പം നന്നായി വന്നിട്ടുണ്ട്. ഒന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ബ്രൗണായി വരുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ അപ്പം റെഡിയായി. പിന്നെ ആ ദോശക്കല്ലിൽ ഒഴിച്ചതിൽ അടിയിൽ എണ്ണ പുരട്ടാത്തതുകൊണ്ട് ഒന്ന് എൻ്റെ അടുത്തുനിന്ന് പൊട്ടിപ്പോയി. അപ്പോൾ നന്നായിട്ട് ഒന്ന് എണ്ണ തടവിയിട്ട് ഒരു കയ്യിൽ മാവ് ഒഴിച്ചിട്ട് അങ്ങനെ അടച്ച് വെച്ച് വേവിച്ചാൽ മതി. ഇത് നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സൈഡൊക്കെ നല്ല ക്രിസ്പായിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ വെള്ളയപ്പം നിങ്ങൾക്ക് ഇഷ്ടൂൻ്റെ കൂടെ കഴിക്കാം, പൊട്ടറ്റോൻ്റെ ഇഷ്ടൂൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ കടലക്കറിയുടെ കൂടെ മസാലക്കറി മാതിരി കടലക്കറി വെച്ചാൽ അതിൻ്റെ കൂടെയും പോവും. പിന്നെ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചിക്കൻ കറിയുടെ കൂടെയോ അങ്ങനെയൊക്കെ കഴിക്കുകയും ചെയ്യാം. അപ്പം ഇത് ഇതിൽ ഞാൻ ഈസ്റ്റോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്തിട്ടില്ല. വെറും നാളികേരവും പിന്നെ ചോറാണ്. ചോറ് കുറച്ച് അധികം ബാക്കി വന്നപ്പോഴാണ് ഞാൻ ഈ റെസിപ്പി ട്രൈ ചെയ്തത്. ചോറ് ഒരു 1.5 കപ്പ് ചോറ് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറൊക്കെ ബാക്കി വന്നാൽ ഇത് എളുപ്പത്തിൽ ഈസ്റ്റ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് നനച്ച് വെച്ചിട്ട് ഒരു 1.5 കപ്പ് പച്ചരി നനച്ച് വെച്ച് ഉണ്ടാക്കാം. പിന്നെ അധിക നേരം അത് നനച്ച് വെക്കേണ്ട, ഒരു 3-4 മണിക്കൂർ നനച്ചാൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.